പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. KGB അഥവാ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയൊരു ATM കാർഡിനായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിലും നിലവിൽ നമ്മൾ KGBയുടെ ഒരു ATM കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് എക്സ്പയർഡ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പുതിയൊരു ATM കാർഡിനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും അല്ല നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ATM കാർഡിനെ കൂടാതെ മറ്റൊരു ATM കാർഡ് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പുതിയൊരു ATM കാർഡിനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും കേരള ഗ്രാമീൺ ബാങ്കിൽ ഒരു ATM കാർഡ് റിക്വസ്റ്റ് ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഫോം പൂരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. KGBയുടെ വിവിധ തരം ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും കൊടുത്തേക്കാം. അവയിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് ആ ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. കേരള ഗ്രാമീൺ ബാങ്കിൽ ATM കാർഡിനായിട്ട് അപേക്ഷിക്കാനുള്ള റിക്വസ്റ്റ് ഫോം ഇതാണ്. ഇതൊരു കോമൺ ഫോമാണ്. ഇത് ATM കാർഡ് ഉൾപ്പെടെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ ഈ ഫോം ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അപ്പോൾ ATM കാർഡിനായിട്ട് ഇത് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ഈ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13 ഏപ്രിൽ 2025 ഞാൻ ഇത് നൽകുന്ന ഡേറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ 13/4/2025 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിന് താഴെ കസ്റ്റമർ നെയിം ചോദിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പേരാണോ അവിടെ കൊടുത്തിരിക്കുന്നത് ആ പേര് തന്നെ ഇവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിലുള്ള പേര് എന്താണോ അത് തന്നെ ഇവിടെ എഴുതുക. അപ്പോൾ എൻ്റെ ബാങ്ക് പാസ്ബുക്കിൽ P മാർട്ടിൻ എന്നാണ് ഉള്ളത്. അത് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിന് താഴെ അക്കൗണ്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിലുള്ള ആ 14 അക്കങ്ങളുള്ള അക്കൗണ്ട് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. മിക്കവാറും അക്കൗണ്ട് നമ്പറിന് 14 അക്കങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ ബാങ്ക് പാസ്ബുക്കിലുള്ള ആ 14 അക്ക അക്കൗണ്ട് നമ്പർ ഞാനിവിടെ എഴുതുന്നു. ഇനി അതിന് താഴെ അക്കൗണ്ട് ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് സാധാരണയായിട്ട് തുടങ്ങുന്ന അക്കൗണ്ടിൻ്റെ പേര് സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ സേവിങ്സ് എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കറണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ കറണ്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ATM കാർഡ് ലഭിക്കേണ്ടതെങ്കിൽ അവർ മാത്രം ഇവിടെ കറണ്ട് എന്ന് എഴുതുക. ഇനി ഫോമിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവിടെ ഒരു മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ തന്നെ ഇവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. പക്ഷെ ചിലരൊക്കെ ആ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അവർ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവിടെ കൊടുത്തതായിരിക്കാം, പിന്നെ മൊബൈൽ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിവിടെ എഴുതുക. ഇനി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം ഞാൻ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ എഴുതുന്നു. ഇനി അതിന് താഴെ കസ്റ്റമർ ID ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൽ തന്നെയുണ്ട്. 9 അക്കങ്ങളാണ് മിക്കവാറും കസ്റ്റമർ IDക്ക് വരിക. അപ്പോൾ എൻ്റെ ആ പാസ്ബുക്കിലുള്ള ആ 9 അക്കങ്ങളുള്ള കസ്റ്റമർ ID ഞാനിവിടെ എഴുതുന്നു. ഇനി അതിന് താഴെ ബ്രാഞ്ച് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം ഏതാണോ അതിവിടെ എഴുതുക. അപ്പോൾ ഞാൻ ചിറ്റൂർ ബ്രാഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ ചിറ്റൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫോമിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ പേര് മാത്രമാണ് സത്യം. ബാക്കിയൊക്കെ ഒരു ഡെമോ ആയിട്ട് ഒരു ഉദാഹരണമായിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. കാരണം പ്രൈവസിയുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഇതൊക്കെ പൂരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറച്ച് താഴേക്കായിട്ട് വരുമ്പോൾ ഇവിടെ ഡെബിറ്റ് കാർഡ് സർവീസസ് എന്ന് കാണുന്നില്ലേ, ആ ഒരു കാര്യം കൂടിയാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ റിക്വസ്റ്റ് ടു ATM കാർഡ് ഫോർ ദ എബവ് മെൻഷൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞി ബോക്സ് കാണുന്നില്ലേ, അത് നമ്മൾ ചെക്ക് ഇടുകയാണ് വേണ്ടത്. അതായത് അതിലൊരു റൈറ്റ് മാർക്ക് ഇടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൈറ്റ് ഇടുക.
ഇനി ആ ഓപ്ഷനിൽ തന്നെ ബ്രാക്കറ്റിൽ ന്യൂ ബാർ എക്സ്പയർഡ് കാർഡ് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ന്യൂ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ നിലവിൽ KGBയുടെ ഒരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ് മാറ്റിയിട്ട് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള പുതിയൊരു കാർഡ് നിങ്ങൾക്ക് വേണമെന്നിരിക്കട്ടെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഫോം പൂരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കാർഡിലുള്ള ATM കാർഡ് നമ്പർ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സ്പയർഡ് കാർഡ് നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥവും നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ATM കാർഡ് ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ATM കാർഡിന് അപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഡേറ്റ് എക്സ്പയർഡ് ആയ കാർഡ് മാറ്റിയിട്ട് പുതിയ കാർഡാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഡേറ്റ് എക്സ്പയർഡ് ആയ നിങ്ങളുടെ ആ ATM കാർഡിലുള്ള ആ ഒരു 16 അക്ക ATM കാർഡ് നമ്പർ ഇവിടെ എഴുതാനാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ KGBയുടെ എൻ്റെ ATM കാർഡിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ATM കാർഡിൻ്റെ ആ 16 അക്ക നമ്പർ ഇവിടെ എഴുതുന്നു. പക്ഷേ കേരള ഗ്രാമീൺ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങളൊരു ATM കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ പൂരിപ്പിക്കേണ്ടതില്ല. ഇനി അതും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് സിഗ്നേച്ചർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഒപ്പിടുക. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് ഫോം ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ മിക്കവാറും അപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ATM കാർഡ് നൽകുന്നതാണ്. ATM കാർഡ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മിക്കവാറും ATM കാർഡിൻ്റെ പിന്നും അതോടൊപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ട്രാൻസാക്ഷൻ നിങ്ങൾ ATMൽ നടത്തുമ്പോഴും ആ ഒരു പിന്നാണ് നിങ്ങൾ ATMൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ATM കാർഡിനോടൊപ്പം പിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ATMലോ അല്ലെങ്കിൽ കാനറ ബാങ്കിൻ്റെ ATMലോ പോയിട്ട് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളും എൻ്റെ സ്ക്രീനിൽ വരുന്ന പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.